ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ കറിയാണ്. ഈസി എന്ന് പറഞ്ഞാൽ ഈസി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റാർട്ടേഴ്സിനൊക്കെ നോക്കി പഠിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള പോട്ട് വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അതിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടുന്നതിന് പകരം നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ പെരുംജീരക പൊടി ഇട്ടാലും മതി. ഇനി നമ്മളതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്താൽ പെട്ടെന്ന് വാടി വരും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇനി നന്നായി മിക്സ് ചെയ്തൊന്ന് വാട്ടിയെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ ഹാഫ് തക്കാളി മതി. അത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയിലും തക്കാളിയിലും കിടന്ന് ചിക്കൻ ഒന്ന് കുക്കാവണം. നന്നായി കുക്കാവണ്ട, ഹാഫ് കുക്കാവണം. ഇപ്പം നമ്മളെല്ലാ ചിക്കനും ആഡ് ചെയ്ത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സാക്കുമ്പോൾ തന്നെ ചിക്കൻ്റെ കളറൊക്കെ മാറി വരും. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതപ്പോൾ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി വേണം നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യാൻ. ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1-2 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. ഇതൊക്കെ നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇളക്കി മിക്സായി വന്നാൽ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മസാല കൂടി ഇടണം. ഇത് ഓപ്ഷണലാണ്. ഉപ്പ് നോക്കിയിട്ട് ഇടണേ. പെപ്പർ പൗഡർ ആവശ്യമാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. ഇപ്പോൾ ഇട്ട് കൊടുത്ത മസാലകളൊക്കെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് അടി പിടിക്കാതിരിക്കാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യേണ്ട പാകം എന്ന് പറഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് വരണം. മുകളിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്ന രീതിയിൽ വേണം കുക്ക് ചെയ്യാൻ. അതാണ് പാകം, കുക്കായി വരുന്ന പാകം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെ ഗീ റൈസ് ആണെങ്കിലും പുട്ട്, അപ്പം, ദോശ, ചപ്പാത്തി എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ഇടുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.